56 വർഷം മുമ്പ് വിമാനാപകടത്തിൽ മരിച്ച സൈനികൻ തോമസ് ചെറിയാന്റെ മൃതദേഹം സംസ്കരിച്ചു. പത്തനംതിട്ട ഇലന്തൂർ കാരൂർ സെന്റ് പീറ്റേഴ്സ് ദേവാലയത്തിൽ ആണ് ചടങ്ങുകൾ നടന്നത്. സൈന്യത്തിന്റെ ഔദ്യോഗിക ബഹുമതികളോടെ കൂടിയാണ് മൃതദേഹം സംസ്കരിച്ചത്. വാർത്തയുടെ വിശദാംശങ്ങളുമായി ശശിനാരായണൻ ആണ് ചേരുന്നത്. ശശിനാരായണൻ, 56 വർഷങ്ങൾക്ക് ശേഷം സൈനികന്റെ മൃതദേഹം ബന്ധുക്കളുടെയും നാട്ടുകാരുടെയും ഒക്കെ ആദരാഞ്ജലികൾ ഏറ്റുവാങ്ങിക്കൊണ്ട് സൈനിക ബഹുമതികളോടെ സംസ്കരിക്കപ്പെട്ടിരിക്കുന്നു. എന്താണ് വിവരങ്ങൾ? അഭിലാഷ്, രാവിലെയാണ് ഇലന്തൂരിലെ വസതിയിൽ തോമസ് ചെറിയാന്റെ മൃതദേഹം എത്തിയത്. ആദ്യം തിരുവനന്തപുരത്ത് നിന്ന് ഭൗതിക ശരീരം സൈനിക വാഹനത്തിലാണ് ഇലന്തൂരിലെത്തിയത്. ഇലന്തൂരിൽ നിന്ന് വിലാപയാത്രയെ സൈന്യത്തിന്റെ അകമ്പടിയോടുകൂടിയാണ് തോമസ് ചെറിയാന്റെ കുടുംബ വീട്ടിൽ ഭൗതിക ശരീരം എത്തിച്ചത്. തുടർന്ന് വീട്ടിലെ ശുശ്രൂഷകൾക്ക് ശേഷം 12 മണിയോടുകൂടി തന്നെ പോലീസ് ഗാർഡ് ഓഫ് ഓണർ നൽകി. അതിനുശേഷം നേരെ മൃതദേഹം വഹിച്ച് ഭൗതിക ശരീരം വഹിച്ചുകൊണ്ട് കാരൂർ സെന്റ് പീറ്റേഴ്സ് ഓർത്തഡോക്സ് ദേവാലയത്തിലേക്ക് മൃതദേഹം കൊണ്ടുവന്നു. അവിടെ പ്രത്യേക പ്രാർത്ഥനകളും ശുശ്രൂഷകളും നടന്നു. അതിനുശേഷമാണ് സൈന്യം ഔദ്യോഗികമായി ഗാർഡ് ഓഫ് ഓണർ നൽകിയ ബഹുമതികൾ നൽകി അദ്ദേഹത്തിന്റെ മൃതദേഹം സംസ്കരിച്ചത്. എന്തായാലും 56 വർഷങ്ങൾക്ക് മുമ്പ് ഒരു വിമാന അപകടത്തിൽ മരിച്ച തോമസ് ചെറിയാന്റെ ഭൗതിക ശരീരം നാട് വളരെ വൈകാര്യമായ രീതിയിൽ തന്നെയാണ് ഈ സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കുകയും അന്തിമോചനം അർപ്പിക്കാനും എത്തിയത്. നാടൊന്നാകെ ഒഴുകിയെത്തി എന്ന് വേണമെങ്കിൽ പറയാം. കാരണം വളരെ അപ്രതീക്ഷിതമായി പ്രതീക്ഷിക്കാതിരുന്ന ഈ വർഷങ്ങൾ കഴിഞ്ഞ ഒരു അപകടത്തിൽ നിന്ന് ഭൗതിക ശരീരം കിട്ടുമോ എന്ന് പോലും പ്രതീക്ഷിക്കാതിരുന്ന കാലത്താണ് അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം സൈന്യം കണ്ടെത്തുകയും വീട്ടിലെത്തിക്കുകയും ചെയ്ത്. അത് വലിയ സൈനികരോടുള്ള ബഹുമതി എന്ന നിലയ്ക്ക് തന്നെ നാടൊന്നാകെ ഒഴുകിയെത്തി അദ്ദേഹത്തിന് അന്ത്യാഞ്ജലി അർപ്പിക്കാൻ എത്തി എന്നുള്ളതാണ് ഏറെ എടുത്തു പറയേണ്ട കാര്യം. ഇന്ന് രാവിലെ തുടങ്ങിയ ചടങ്ങിൽ രാഷ്ട്രീയ, സാംസ്കാരിക, സാമൂഹിക രംഗത്തെ വിവിധ പ്രമുഖ വ്യക്തിത്വങ്ങൾ വീട്ടിലെത്തി അന്തിമോപചാരം അർപ്പിച്ചു. അതുപോലെ തന്നെ ദേവാലയത്തിലും ഇവരുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു. വലിയൊരു ജനാവലി തന്നെ ഉണ്ടായിരുന്നു. വൈകിട്ട് 3 മണിയോടുകൂടിയാണ് സംസ്കാര ചടങ്ങുകൾ നടന്നത്. പ്രത്യേകം തയ്യാറാക്കിയ കല്ലറയിലാണ് തോമസ് ചെറിയാന്റെ മൃതദേഹം സംസ്കരിച്ചത്. 1968 ഇത്തരത്തിലൊരു അപകടമുണ്ടായത്. ആ അപകടമുണ്ടായ സമയത്ത് 102 യാത്രക്കാരുമായി യാത്ര പോയ വിമാനമാണ് മഞ്ഞുമലയിൽ തകർന്നു വീണ് ഈ 102 സൈനികരെ കാണാതാകുന്നത്. അതിലുള്ള വ്യക്തിയാണ് തോമസ് ചെറിയാൻ. തോമസ് ചെറിയാനെ കണ്ടെടുക്കുന്നതിന് വേണ്ടി നിരവധി പ്രയത്നങ്ങൾ അക്കാലത്തുണ്ടായിരുന്നു. 2003 അദ്ദേഹത്തിന്റെ മരിച്ചതായുള്ള സ്വീകരണം കുടുംബത്തിൽ ലഭിക്കുന്നത്. തുടർന്ന് ഉള്ള നിരവധി തവണ നടത്തിയ തെരച്ചിലാണ് ഇപ്പോൾ മൃതശരീരം കണ്ടെത്തുകയും വീട്ടുകാരെ വീണ്ടും സൈന്യം അറിയിക്കുകയും തുടർന്ന് സംസ്കാര ചടങ്ങുകൾ അടക്കമുള്ള കാര്യങ്ങളിലേക്ക് നീങ്ങിയത്. എന്തായാലും വലിയ രാജ്യം ഇന്നുവരെ കണ്ടിട്ടുള്ള വെച്ച് ഒരു വ്യത്യസ്തമായ ഒരു തെരച്ചിലാണ് സാക്ഷ്യം വഹിച്ചത്. അതുകൊണ്ട് തന്നെ അത്രത്തോളം പ്രാധാന്യമാണ് സൈന്യവും ഇക്കാര്യത്തിൽ നൽകിയിട്ടുള്ളത്. നാട് ഒന്നാകെ ഒഴുകിയെത്തിയാണ് തോമസ് ചെറിയാന് വിട നൽകിയത്. കരൂർ സെന്റ് പീറ്റേഴ്സ് ഓർത്തഡോക്സ് ദേവാലയത്തിലാണ് സംസ്കാര ചടങ്ങുകൾ നടന്നത്. വലിയ ജനാവലിയുടെ സ്ഥാനത്തിലാണ് സംസ്കാര ചടങ്ങുകൾ പൂർത്തിയായത്. അഭിലാഷ്, വാർത്തയുടെ വിശദാംശങ്ങളാണ് ശശിനാരായണൻ നൽകിയത്. തീർച്ചയായും അസാധാരണമായ ഒരു ദൗത്യം. അതിൽ ആണ് ഇങ്ങനെ 56 വർഷങ്ങൾക്ക് ശേഷം മൃതദേഹാവശിഷ്ടങ്ങൾ ഉൾപ്പെടെ കണ്ടെത്തുകയും സംസ്കാര ചടങ്ങ് ധീര സൈനികന് രാജ്യം നൽകിയ യാത്രാമൊഴി, അത് ചരിത്രപരമായ യാത്രാമൊഴി തന്നെയാണ്.